ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് ഗുഡ് മോർണിംഗ് അല്ല, ഈവനിങ് ആയിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഈവനിങ് ആയിരുന്നു. നമ്മൾ ഒരു ദിവസം മുന്നേ ഒന്ന് വീട്ടിൽ പോകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയത് എൻ്റെ വീടിനടുത്ത് തച്ചിനില്ലത്തെന്ന് പറയുന്ന ആദിച്ചനല്ലൂരുള്ള അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഇതാണ് ആദിച്ചനല്ലൂർ. ഇത് മാത്രമല്ല സൂപ്പർ സ്ഥലങ്ങൾ ഇനിയും ഉണ്ട്. അപ്പം നമ്മൾ അവിടെ പോയി. അച്ഛൻ എങ്ങോട്ടോ നടന്നു പോയി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു പരിപാടി തുടങ്ങി. ഈ പരിപാടി എല്ലായിടത്തും ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഒരു അമ്പലത്തിൽ, എൻ്റെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഇത് കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും ഫ്രണ്ടിൽ പോയി നിന്ന് കുറച്ച് നേരം കണ്ടു. അപ്പോൾ 2 ഗ്രൂപ്പായിട്ടാണ് കളിച്ചത്. ഇതിനകത്ത് 2 കുഞ്ഞു പിള്ളേരുണ്ട്. അവർ ഭയങ്കര എനർജി, അവർ ഭയങ്കര ലെവലായിരുന്നു. അവരുടെ എനർജി ഒരു രക്ഷയില്ലാത്ത എനർജി ആയിരുന്നു. അങ്ങനെ ഒരു 9 മണിയൊക്കെ, ഏതാണ്ട് 6 മണി തൊട്ട് ഞങ്ങൾ അവിടെ നിൽക്കുക. അങ്ങനെ നിന്ന് ഏതാണ്ട് കറക്റ്റ് 9:02 അവിടുത്തെ എഴുന്നള്ളത്തൊക്കെ വന്ന് അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഇതൊന്നും നമ്മളങ്ങനെ എല്ലാ അമ്പലത്തിലൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇത് കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന്. ചെറുതായിട്ടൊരു മഴയൊക്കെ ഇങ്ങനെ പെയ്ത് വരുന്നുണ്ട്. മഴ പെയ്യുമോ, നമ്മൾ കുടയിൽ പിടിച്ചൊക്കെയാണ് നിന്നത്. കാരണം ഒരു പനി വന്നതിൻ്റെ ക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല. അപ്പോൾ ഇനി അടുത്തൊരു പനിയും കൂടി സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ കുടയൊക്കെ പിടിച്ച് അവിടെ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കും. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി കുറച്ച് ഫ്ലോട്ടും കൂടി വരാനുണ്ട്. അതൊക്കെ കണ്ടിട്ട് പോവാമെന്ന് കരുതി. നിങ്ങളൊക്കെ ഇങ്ങനത്തെ ഉത്സവമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ ഇത് എനിക്കായത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നായിരിക്കും, കാരണം നമ്മൾ ഇത്ര ഫ്രണ്ടിലോട്ട് വന്നതെന്നൊന്നും കണ്ടിട്ടില്ല. ഞാൻ മെയിനായിട്ട് ഫ്ലോട്ടും അതിൻ്റെ പിറകിൽ വരുന്ന സാധനങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ് ഉത്സവത്തിന് പോകുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് മറ്റേ കൊടുങ്ങല്ലൂരൊക്കെ നമ്മളിങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മിക്കുള്ളവരുടെ മുടി കാണുമ്പോഴും എനിക്ക് എൻ്റെ മുടിയാണ് ഓർമ്മ വരും. പിന്നെ ഈ ഒരു ബലൂൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അതിന് ശേഷം പിന്നെ കുറേ രസമുണ്ടായിരുന്നു. രസമായിട്ടുള്ള പരിപാടിയുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാ ഉത്സവത്തിനും കൊണ്ട് അത് നല്ല രസമാണ്. അതൊക്കെ കണ്ട് രണ്ട് മഴത്തുള്ളി വീഴുന്ന കണ്ടോ. അതിനൊക്കെ ശേഷം നമ്മൾ ഫ്ലോട്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ 2 or 3 ഫ്ലോട്ട് വന്നതിന് ശേഷം അച്ഛൻ പറഞ്ഞ് നമുക്ക് പോവാമെന്ന്. കാരണം എല്ലാവർക്കും ചെറുതായിട്ട് പനിയുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇനി പനിയാവുന്ന മഴ ചാറ്റിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ചാറ്റിലും മഴ നനഞ്ഞ് നമ്മൾ കുടയുണ്ടെങ്കിൽ ദേഹമൊക്കെ നനയുമല്ലോ. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ കണ്ടിരിക്കും.